നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സമാധാന പാതയിൽ പശ്ചിമേഷ്യ ധാരണാപത്രം ഒപ്പിട്ടതോടെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് അമേരിക്കയും ഇറാനും. ഹോർമോസിലെ ഉപരോധം പിൻവലിച്ചു. ഇറാനിലെ ആണവായുധം തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങളിൽ ഇസ്രയേലിനും വിമർശനം. G7 ഉച്ചകോടിക്കിടെ മോദി ട്രംപ് കൂടിക്കാഴ്ചയും. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് കർശന സുരക്ഷാ നടപടികളുമായി കേന്ദ്രം. ജൂൺ 22 വരെ ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. അതീവ ജാഗ്രതയോടെ പരീക്ഷ നടത്താൻ നിർദ്ദേശം. പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്ന് NITക്ക് വിദ്യാർത്ഥികളുടെ നിവേദനം. പകർച്ചപ്പനി പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും സ്ഥിരം സംവിധാനമൊരുക്കാൻ സംസ്ഥാന സർക്കാർ. SS ലാൽ ചെയർമാനായി ഹൈപ്പവർ കമ്മിറ്റി. ഓരോ സീസണിലും പകർച്ചപ്പനികളെ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാൻ കലണ്ടർ തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി. ജില്ലാതലത്തിൽ പ്രവർത്തിക്കാൻ മോണിറ്ററിംഗ് യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയും. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിരോധത്തിലായി CPM. DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം ജിതിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ശേഷം. ജിതിൻ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം. സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇനി ഫാർമസികളിൽ നിന്ന് കഫ് സിറപ്പ് ഉൾപ്പെടെ ലഭിക്കില്ല. നടപടി മധ്യപ്രദേശിൽ വ്യാജ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെനഗൽ മത്സരം അല്പസമയത്തിനകം. അർജന്റീന അൾജീരിയ മത്സരം പുലർച്ചെ 6:30. പശ്ചിമേഷ്യ സമാധാന പാതയിൽ കരട് കരാറിൽ അമേരിക്കയും ഇറാനും ധാരണാപത്രം ഒപ്പിട്ടു. ഇതോടെ അമേരിക്ക സൈനിക നടപടികൾ അവസാനിപ്പിച്ച് ഹോർമോസിലെ ഉപരോധവും പിൻവലിച്ചു. അതേസമയം ഇറാനിലെ ആണവായുധം തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനാണ് ഇതോടെ അവസാനമാകുന്നത്. 4 മാസക്കാലം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ടാണ് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എത്തുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ ഉന്നമിടുന്ന സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഇറാനും US-ഉം തീരുമാനിച്ചു. ഇതുപ്രകാരം ഇരു കൂട്ടരും പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ വൈസ് പ്രസിഡന്റ് JD വാൻസും കരട് കരാറിൽ ഡിജിറ്റലായി ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച ജനീവയിൽ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്നാണ് വിവരം. എല്ലാ കരാറുകളും ഒപ്പുവെച്ച് 4 മാസമായി അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് കപ്പലുകളുടെ സ്വതന്ത്ര യാത്രയ്ക്കായി വെള്ളിയാഴ്ചയോടെ തുറക്കും. ഹോർമൂസ് വഴി ഇറാനിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന കപ്പലുകളെ തടയുന്ന നടപടി US സൈന്യവും അവസാനിപ്പിക്കും. ഹോർമൂസിൽ ഇറാൻ വിധിച്ച മൈനുകൾ ഒഴിവാക്കിയ ശേഷമായിരിക്കും കപ്പലുകളുടെ യാത്ര. അതേസമയം സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ആദ്യ കപ്പലെന്ന നേട്ടം ദിശ എന്ന ഇന്ത്യൻ LNG ടാങ്കർ സ്വന്തമാക്കിയേക്കും. കഴിഞ്ഞ 3 മാസമായി ഹോർമൂസ് കടക്കാനാകാതെ പേർഷ്യൻ കടലിൽ കുടുങ്ങിയ കപ്പലാണ് ദിശ. മാർച്ച് 1 ഖത്തറിലെ റാസ്ലാഫിനിൽ നിന്ന് കയറിയ LNG-യാണ് കപ്പലിലുള്ളത്. ഇതിനിടെ ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പായെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ നയതന്ത്രത്തിൽ ഏർപ്പെട്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിൽ ഒളിപ്പിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പുറത്തെടുത്ത് നശിപ്പിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. അമേരിക്ക ഇറാൻ കരാറിന്റെ ഒപ്പുവെക്കൽ ചടങ്ങിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. കരാറിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയും ഐക്യരാഷ്ട്രസഭയും സ്വാഗതം ചെയ്തു. അതിനിടെ കരാറിനെ തള്ളിക്കൊണ്ട് ഇസ്രയേൽ മന്ത്രിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനനിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രയേൽ നിലപാട്. ഇറാൻ US കരാറിൽ ലെബനനിലെ വെടിനിർത്തലടക്കം ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. US-ഉം ഇറാനും തമ്മിൽ ഒപ്പിടുന്ന സമാധാന ഡീൽ ഇസ്രയേലിനും ബാധകമാണ്. ഇസ്രയേൽ ഇറാനിലും ലെബനനിലും നടത്തുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണം. ഇതിനിടെ കരാർ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഉറപ്പായതോടെ ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നീറ്റ് UG പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ NDAക്ക് നിവേദനം നൽകി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ടെലിഗ്രാമിന് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി.
ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ ഈ മാസം 21-ന് നടത്താനുള്ള ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും നടത്തിവരികയാണ്. ഇതിനിടയിലാണ് നീറ്റ് പുനഃപരീക്ഷയ്ക്കെതിരെ ഡോക്ടർ മംഗള കോഹ്ലി എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയതും 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനവും ഏകപക്ഷീയമാണെന്ന് ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും. അതേസമയം പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. പഠിക്കാൻ ആവശ്യമായ സമയം ലഭിക്കാത്തതിനാൽ 1 മാസത്തേക്ക് പരീക്ഷ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതായും 1500ഓളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനത്തിൽ പറയുന്നുണ്ട്. പുനഃപരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലും NTA മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാഫിർ സ്ക്രീൻഷോട്ടിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം. ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിച്ചു വരുത്തിയാണ് ജിതിൻ ഭാസ്കറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ആദ്യമായി കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ ഭാസ്കർ. നേരത്തെയും SIT ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചതും വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. ഈ ഗ്രൂപ്പ് തന്നെയാണ് സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവ കേന്ദ്രം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പങ്കുവഹിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉറവിടത്തിലേക്കുള്ള അന്വേഷണത്തിൽ നമുക്ക് ഈ അറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് കിട്ടിയ ശാസ്ത്രീയ ഫലങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര് നിർമ്മിച്ചു എന്നതിലേക്കല്ല നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ പ്രചരണത്തിലാണ്. ഇതിൽ പ്രചരണത്തിലും അതുപോലെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ച ആളിലേക്ക് എത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. ജിതിൻ ഭാസ്കറിന് ചോദ്യം ചെയ്യലിൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 153A, 201, 109 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. അന്വേഷണത്തിൽ കരുതലോടെ നീങ്ങാനാണ് CPIM നേതൃത്വത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇപ്പോൾ പിടിയിലായത് ചെറിയ പരൽമീനെന്ന് K. പ്രവീൺകുമാർ MLA. അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും കേവലം ഒരു ഡിവൈഎഫ്ഐ നേതാവ് വിചാരിച്ചാൽ ഒന്നും ഇത്തരം സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഇന്ന് SIT ടീം ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ അറസ്റ്റ് ചെയ്ത നടപടി സ്വാഗതാർഹമാണ്. അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാത്രമല്ല പങ്ക്. ഇത് നടന്നതൊരു വലിയ കോൺസ്പിറൻസിയുടെ ഭാഗമായിട്ടാണ്. ആ കോൺസ്പിറൻസിയിൽ CPMൻ്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട്. അപ്പോൾ ഇതിൽ ആ ഗൂഢാലോചനയിൽ പങ്കാളികളെ കൂടി അന്വേഷണം എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ശ്രീ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയോഗിച്ച ടീം, ആ ടീമിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇനി ഫാർമസികളിൽ കഫ് സിറപ്പ് ഉൾപ്പെടെ ലഭിക്കില്ല. നേരത്തെ മധ്യപ്രദേശിൽ വ്യാജ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. രാജ്യത്തെ ഡ്രഗ്സ് ചട്ടങ്ങളിൽ നിർണായക ഭേദഗതി വരുത്തിയാണ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കഫ് സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നേരിട്ട് ഫാർമസിയിൽ നിന്ന് വാങ്ങാനാകില്ല. രാജ്യത്തെ എല്ലാ ഫാർമസികളും മെഡിക്കൽ സ്റ്റോറുകളും നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഗുണനിലവാരമില്ലാത്ത കഫ് സിറപ്പ് കഴിച്ച് കുട്ടികളും മുതിർന്നവരും മരിച്ച സംഭവങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. വ്യാജ സിറപ്പിനൊപ്പം മരുന്നുകളുടെ അശാസ്ത്രീയവും അമിതമായ ഉപയോഗവും വ്യാപകമാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്നുകളുടെ അമിതോപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ട് ഫാർമസികളിൽ നിന്ന് നേരിട്ട് സിറപ്പുകൾ വാങ്ങുന്നത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊല്ലത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പോഴുവഴി സ്വദേശിയായ 7 വയസ്സുകാരനാണ് രോഗം. സ്കൂളിൽ വിതരണം ചെയ്ത മലിനജലത്തിൽ നിന്നാകാം രോഗം പടർന്നത് എന്ന സൂചനകൾക്കിടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വിദ്യാർത്ഥികളിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ കേസും കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തത്. 1.5 ആഴ്ച മുൻപ് 100-ലധികം വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധയേറ്റ കൊല്ലം 7 മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സെൻട്രൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കൂളിൽ വിതരണം ചെയ്ത പുറത്തുനിന്നെത്തിച്ച കുടിവെള്ളമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം സ്കൂളിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. രോഗബാധിതനായ കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിവരുന്നു. കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നും നിരീക്ഷണം തുടരുന്നു. മലിനജലത്തിലൂടെയാണ് ഷിഗല്ല ബാക്ടീരിയ പകരുന്നു എന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് വീണ്ടും മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ പഞ്ചായത്തിലെ ഇരിങ്ങല്ലൂർ സ്വദേശിയായ 62-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രദേശത്ത് പ്രതിരോധ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണമുള്ളവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ജില്ലയിലെ 2ാമത്തെ മലേറിയ കേസാണ് ഇത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടി പറയാനില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ 120-ലധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും കളക്ടർ പറഞ്ഞു. ഇല്ല, അതിനെനിക്ക് കമൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ ജില്ലയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമയും. അത് മര്യാദയ്ക്ക് നിർവഹിക്കാൻ ഞാൻ നോക്കുന്നു, അത്രയേ ഉള്ളൂ. ഷിഗല്ല നമുക്ക് ജില്ലയിൽ നിലവിൽ 120-ലധികം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷം. പക്ഷേ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളാണ്. നമ്മൾ പരമാവധി ചെയ്യാൻ കഴിയുന്നതിൻ്റെ അത്രയും ആരോഗ്യ പ്രവർത്തകർ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ EP ജയരാജനെതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. EP ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. താൻ ഈ കേസിൽ പ്രതിയും പരാതിക്കാരനുമായിരുന്നില്ല എന്നും എന്തുകൊണ്ടാണ് കോടതി തന്റെ പേര് പറഞ്ഞത് എന്ന് അറിയില്ല എന്നുമാണ് EP പ്രതികരിച്ചത്. 2022 ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ചപ്പോൾ EP ജയരാജൻ മർദ്ദിച്ചുവെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. ഇത് അന്വേഷിച്ച പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ പരാതി തള്ളിക്കളയാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ജയരാജനും അദ്ദേഹത്തിന്റെ ഗൺമാൻ അനിൽകുമാറിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയായിരുന്നു. പുതിയ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട EP ജയരാജൻ വീണ്ടും അന്വേഷണം നേരിടേണ്ടി വരും. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആദ്യം മുതൽ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്ന കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കും. അതിനുശേഷം EP ജയരാജന്റെ അടക്കം മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. പ്രതിയും പരാതിക്കാരനുമൊത്ത തന്റെ പേര് കോടതി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ലെന്ന് EP. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട് എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷേ ഇത് ഒരു ഭീകരന്മാരുടെ സംഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ അക്രമികളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റും പോലീസുമാണ്. അവർ ചിലപ്പോൾ അവരുടെ അത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കും. ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അങ്ങനെയാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസിന് സമാന്തരമായി EP ജയരാജനെതിരായിട്ടുള്ള അന്വേഷണവും നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്തയെയും മകൻ ശരൺ S കർത്തയെയും ED ചോദ്യം ചെയ്തു. CMRLും പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. ശശിധരൻ കർത്തയുടെ മകളും നിപുണ ഇന്റർനാഷണൽ ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറുമായ ഷിബി കർത്തയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്യുന്നത്. CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശരൺ S കർത്ത. CMRL, എംപവർ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ് JS കർത്ത. PMLA ആക്ട് 50 പ്രകാരമാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. SFIO കണ്ടെത്തലുകളും ED ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. CMRLന് എക്സാലോജിക് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിയുക.
പ്രതിപക്ഷ നേതാവിന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ ടി വീണയ്ക്ക് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 2 തവണയായി 50 ലക്ഷം രൂപ വായ്പ നൽകിയിരുന്നു. ടി വീണയെ നാളെ ED വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് വീണ സാവകാശം തേടുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ദേവസ്വം ബോർഡിലെ വിവാദ നിയമന ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ അടിയന്തര ബോർഡ് യോഗത്തിൽ തീരുമാനം. 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും. സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ല എന്ന് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിന് പങ്കുണ്ടെന്ന് കരുതുമെന്ന് ദേവസ്വം മന്ത്രി മുന്നറിയിപ്പ് നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ സ്ഥലമാറ്റ ഉത്തരവ് വിവാദമായതോടെയാണ് മന്ത്രിയുടെ ഇടപെടലുണ്ടായത്. വിജിലൻസ് അന്വേഷണം നേരിടുന്നവരെയും ആരോപണ വിധേയരെയും പ്രധാന തസ്തികകൾ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുനഃപരിശോധിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിക്കുകയായിരുന്നു. പരാതിയും ആക്ഷേപവും വ്യാപകമായതോടെ അടിയന്തര ബോർഡ് യോഗം ചേർന്ന് സ്ഥലമാറ്റ ഉത്തരവ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. 20 നിയമനങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. സ്വർണ്ണക്കൊള്ള സമയത്ത് ശബരിമല സെക്ഷൻ ക്ലാർക്കായിരുന്ന ശ്യാമിനെ വള്ളിയങ്കാവ് ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതടക്കം ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ല എന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. നേരത്തെ ഉള്ള ഉത്തരവ് പുനഃപരിശോധിച്ച് അല്ലെങ്കിൽ അതിനെ ചില ഭേദഗതികളോടുകൂടി അത് ചില ഭേദഗതികളാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻ പാർഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് ദ ഏർലിയർ ഓർഡർ ന്യൂ ഓർഡേഴ്സ് ആർ ഇഷ്യൂ. അതാണ്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളത് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും അല്ലാത്ത പക്ഷം സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ടെന്ന് കരുതേണ്ടി വരുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നവരെ ഒരൗദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. പക്ഷേ ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഈ കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഗവൺമെൻറ്റിന് കണക്കാക്കേണ്ടി വരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തകൾ നോക്കാം. സൗദിയിലെ തബൂക്കിൽ പൊതുസ്ഥലത്ത് സംഘർഷത്തിലേർപ്പെട്ട ഇന്ത്യൻ യുവാവടക്കം 3 പ്രവാസികളെ തബൂക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്ത് വെച്ച് സംഘർഷത്തിലേർപ്പെട്ട ഇന്ത്യക്കാരനും ബംഗ്ലാദേശുകാരനും സൈബർ ക്രൈം വിരുദ്ധ നിയമം ലംഘിച്ച് സംഘർഷത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച മറ്റൊരു പ്രവാസിയുമാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ മൂന്നാമൻ പാകിസ്ഥാനിയാണ് എന്നാണ് വിവരം. സംഘർഷത്തിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷണം നടത്തിയാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്. വിശുദ്ധ കബയെ പുതിയ കിസ്വ അഥവാ കറുത്ത മൂടുപടം അണിയിച്ചു. മുഹറം 1 ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു കിസ്വ അണിയിക്കുന്ന ചടങ്ങ്. ഇരുഹറം പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കിങ് അബ്ദുൾ അസീസ് കിസ്വ ഫാക്ടറിയിലെ വിദഗ്ധരും പരിശീലനം ലഭിച്ചവരുമായ ഒരു സംഘം ജീവനക്കാരാണ് ഈ പുണ്യകർമ്മം നിർവഹിച്ചത്. പൂർണ്ണമായും സ്വദേശികളായ 150 വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെ ഏറ്റവും മൂന്നിയ പട്ടുനൂലുകൾ ഉപയോഗിച്ചാണ് ഈ പുതിയ കിസ്വ നിർമ്മിച്ചിരിക്കുന്നത്. 24 കാരറ്റ് സ്വർണം പൂശിയ വെള്ളി നൂലുകൾ ഉപയോഗിച്ച് തുന്നിയെടുത്ത 30 ഖുറാൻ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രൂപകൽപ്പന. ആഡംബര കറുത്ത പട്ടുനൂലുകൾ കൊണ്ട് നിർമ്മിച്ച 47 കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്താണ് കബയെ പൊതിയുന്ന ഈ വസ്ത്രം ഒരുക്കുന്നത്. കുവൈറ്റിൽ ലൈസൻസുള്ള വിശ്രമ കേന്ദ്രങ്ങളും ചാലറ്റുകളും വാടകയ്ക്ക് കൊടുക്കുന്നതിനെതിരെ ധനകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇത്തരം കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നവർ കൃത്യമായ നിയമവ്യവസ്ഥകൾ പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ പൊതുമുതൽ സംരക്ഷിക്കുന്നതിനും നിയമാനുസൃതമായി അവ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നീക്കം. വിശ്രമ കേന്ദ്രങ്ങളും ചാലറ്റുകളും ഏത് ആവശ്യത്തിനാണോ അനുവദിച്ചിട്ടുള്ളത് അതിനായി മാത്രം ഉപയോഗിക്കണം. ഇവ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം ശാലകൾ മൂന്നാം കക്ഷികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിന് രാജ്യത്ത് നിരോധനമുണ്ട്. ലൈസൻസുള്ള ശാലകളുടെ അതിരുകൾ കൃത്യമായി മാനിക്കണമെന്നും യാതൊരുവിധ കയ്യേറ്റങ്ങളും അനുവദിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ സഹൽ വഴി വാഹന ഉടമസ്ഥാവകാശ രേഖ പുതുക്കൽ സേവനം വീണ്ടും ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. ഡിജിറ്റൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വാഹന ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായാണ് പുതിയ നവീകരണങ്ങൾ.
ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് ഗവൺമെന്റ് സേവനങ്ങൾ ആധുനികവൽക്കരിക്കാനും ഓഫീസുകളിൽ നേരിട്ട് എത്തിയുള്ള നടപടിക്രമങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സേവനം വീണ്ടും ലഭ്യമാക്കിയിട്ടുള്ളത്. ഇത് സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരേപോലെ ഇടപാടുകൾ വേഗത്തിലാക്കാൻ സഹായിക്കും. കൂടുതൽ കൃത്യതയും വിശ്വാസ്യതയും എളുപ്പത്തിലുള്ള ഉപയോഗവും ഉറപ്പാക്കാൻ പുതിയ പരിഷ്കാരങ്ങളിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജിദ്ദ ഷറഫിയ സഫേർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബീറ്റ്സ് ഓഫ് ജിദ്ദ ഇശൽ സന്ധ്യാ സംഗീത ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. സംഗീതവും നൃത്തവും ഒത്തുചേർന്ന കലാവിരുന്ന് പ്രവാസി മലയാളികളുടെ സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായി. ഹസൻ കൊണ്ടോട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് അബ്ദുള്ള മുക്കണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. ജിദ്ദയിലെ ഗായകരായ ആശ ഷിജു, യാസർ ചെറുകുളമ്പ്, അനീസ് ബാബു, സിറാജ് നിലമ്പൂർ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ജിദ്ദ കലാരത്ന കുട്ടികൾ നൃത്താവിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. അഷ്റഫ് ചുക്കൻ സ്വാഗതവും സലാഹുദ്ദീൻ നന്ദിയും രേഖപ്പെടുത്തി. കുവൈറ്റ് വിമാനത്താവളത്തിലെ ടെർമിനൽ 4 വഴി വിദേശ വിമാന കമ്പനികളുടെ പൂർണ്ണശേഷിയുള്ള സർവീസുകൾ ക്രമേണ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പ്രവർത്തന പദ്ധതി നടപ്പിലാക്കുമെന്ന് സിവിൽ ഏവിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജബദുള്ള അൽ രാജ്ഹി. നിലവിൽ ഓരോ കമ്പനികൾക്കും പ്രതിദിനം ഒരു സർവീസാണ് അനുവദിച്ചിട്ടുള്ളത്. ക്രമേണ ഇത് വർദ്ധിപ്പിക്കും. പുലർച്ചെ 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. യാത്രക്കാർ വിമാനത്തിന്റെ പുറപ്പെടൽ സമയത്തിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്തണം. യാത്രാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി 50 ചെക്ക് ഇൻ കൗണ്ടറുകളും പാസ്പോർട്ട് പരിശോധനാ കേന്ദ്രങ്ങളും സുരക്ഷാ പരിശോധനാ സംവിധാനങ്ങളുമുണ്ട്. വിമാനത്താവളത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി യാത്രായപ്പിനും സ്വീകരണത്തിനുമായി എത്തുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കണമെന്നും വിമാനത്താവള ജീവനക്കാരുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ആരോഗ്യമേഖലയിൽ സ്വദേശീവൽക്കരണത്തിന് പുതിയ നിബന്ധനകളുമായി UAE. സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെ എമിറാത്തി വൽക്കരണ ലക്ഷണത്തിന്റെ പകുതിയും ഇനി മുതൽ സ്പെഷ്യലൈസ്ഡ് ആരോഗ്യ തസ്തികകളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മാനവ വിഭവശേഷി എമിറാത്തി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ തുടങ്ങിയ പ്രധാന മെഡിക്കൽ തസ്തികകളിൽ കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി. ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ രാജ്യത്തെ നിയമഭരണ സംവിധാനത്തെ കൂടുതൽ ആധുനികം ആക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾക്കും നിയമ ഭേദഗതികൾക്കും അംഗീകാരം നൽകി. ഷൂറ കൗൺസിൽ, പാർലമെന്റ് എന്നിവയുടെ അംഗീകാരത്തിന് ശേഷമാണ് രാജാവിന്റെ അന്തിമ അനുമതി ലഭിച്ചത്. പുതിയ ഭേദഗതികൾ പ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ ശിക്ഷിക്കുക എന്നതിലുപരി അവരുടെ പുനരധിവാസത്തിനും തൊഴിൽ പരിശീലനത്തിലും കൂടുതൽ പ്രാധാന്യം നൽകും. ഇതിന്റെ ഭാഗമായി ജയിൽ എന്ന പരാമർശം പല നിയമങ്ങളിലും പരിഷ്കരണ പുനരധിവാസ കേന്ദ്രമെന്നാക്കി മാറ്റുകയും തടവുകാർ നിർബന്ധമായും പുനരധിവാസ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി. അഭിഭാഷകരുടെ പരിശീലനം, രജിസ്ട്രേഷൻ, തൊഴിൽ മാനദണ്ഡങ്ങൾ, ധാർമ്മിക ചട്ടങ്ങൾ എന്നിവ കൂടുതൽ കർശനമാക്കുന്നതാണ് പുതിയ നിയമം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് സൗജന്യ ചികിത്സ ഒരുക്കി കൊച്ചി അമൃത ആശുപത്രി. വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ സേവനമാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ മരുന്നുൾപ്പെടെ സൗജന്യമായാണ് നൽകുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആശ്വാസമാവുകയാണ് കൊച്ചി അമൃത ആശുപത്രിയിലെ വിദഗ്ധ സംഘത്തിന്റെ സേവനം. തലശ്ശേരി മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അഭേദാമൃതാനന്ദപുരി ഭദ്രദീപം തെളിയിച്ച് ക്യാമ്പിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. ലോകപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നിലായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അമൃത ആശുപത്രിയും ദേവസ്വം ബോർഡുമായിട്ട് ചേർന്ന് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. അമ്മ പറയാറുള്ള പോലെ മാനവസേവ മാധവസേവ എന്ന ആദർശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അമ്മയുടെ ഭക്തജനങ്ങളെ ഡോക്ടറെ വിദഗ്ധ സംഘം ഇവിടെ എത്തിച്ചേർന്നു. അവർ ഈ സൗകര്യം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമൃത ആശുപത്രിയിലെ ഡോക്ടർ ശ്രീകുമാർ സിയുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ 8 ഡോക്ടർമാരുടെയും ടെലിമെഡിസിൻ വിഭാഗത്തിന്റെയും 5 പാരാമെഡിക്കൽ സംഘത്തിന്റെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന ഭക്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ സജ്ജമായ ഒരു സംഘം ഈ ഉത്സവം തുടങ്ങി അന്ന് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 8 ഡോക്ടർമാരും
4-5 പാരാമെഡിക്കൽ സ്റ്റാഫും അടങ്ങുന്ന ഒരു വിദഗ്ധ സംഘമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. കൊട്ടിയൂർ ഫാമിലി ഹെൽത്ത് സെൻറ്ററും അതേപോലെ തന്നെ അമൃത ടെലിമെഡിസിനും നമ്മുടെ ദേവസ്വവും സംയുക്തമായിട്ട് എല്ലാ സപ്പോർട്ടുകളോടും കൂടിയാണ് നമ്മളിവിടുത്തെ ഈ ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ ആവശ്യാർത്ഥം അമൃതാനന്ദ ആയുർവേദ മെഡിക്കലിൻ്റെ സേവനം ഇവിടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. അവരുടെ ഇതിനുള്ള സന്നദ്ധത ഞാൻ കൊട്ടിയൂർ ദേവസ്ഥത്തിൻ്റെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ദിവസേന ഒട്ടേറെ പേരാണ് ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. കൊട്ടിയൂർ ദേവസ്വവും കുടുംബാരോഗ്യ കേന്ദ്രവും അമൃത മെഡിക്കൽ സംഘത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഉത്സവം തീരുന്നതുവരെ മെഡിക്കൽ സേവനം ലഭ്യമാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ജന്മദിനത്തിൽ പാറപുറം കഞ്ഞൂരിലെ ലിസി ഭവനിലെ അന്തേവാസികൾക്ക് വിമാനയാത്രയൊരുക്കി ബോബി ചെമ്മണ്ണൂർ. 36 പേരുടെ സംഘമാണ് കൊച്ചിയിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനൊപ്പം തിരുവനന്തപുരത്തെത്തി വിനോദയാത്ര നടത്തി മടങ്ങിയത്. എറണാകുളം പാറപ്പുറം കാഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന ലിസി ഭവനിലെ 36 അന്തേവാസികളാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ആട്ടവും പാട്ടുമൊക്കെയായി വിമാനയാത്ര നടത്തിയത്. ഏറെ സന്തോഷം നൽകിയ യാത്രയൊരുക്കിയ ബോബി ചെമ്മണ്ണൂരിന് പിറന്നാൾ ആശംസകളും ഇവർ നേർന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബോബി ചെമ്മണ്ണൂർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. യാത്ര അതിഭയങ്കരമായിരുന്നു. ഇവരുടെ അവിടുന്ന് കയറുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് കയറിയപ്പോൾ ചിരി മാത്രമേ ഉള്ളൂ. പാട്ടും ആഘോഷമൊക്കെ ആയിട്ട് വളരെ ഹാപ്പിയാണ് എല്ലാവരും. എല്ലാവരും സന്തോഷത്തിലാണ്. ഇതുവരെ വിചാരിച്ചിരുന്ന പ്ലെയിനിൽ കയറാക്കുമെന്ന്, ആദ്യമായിട്ട് കയറിയത്. വിമാനത്താവളത്തിൽ നിന്നും ശംഖുമുഖത്ത് സന്ദർശനം നടത്തിയ സംഘം ബോച്ചയ്ക്കൊപ്പം ഗ്രാൻഡ് ഹയാത്തിൽ നിന്നും ഭക്ഷണവും കഴിച്ച് നിയമസഭയിൽ സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. തിരുവനന്തപുരത്തു നിന്നും ബസ് മാർഗമാണ് ഇവരെ തിരികെ കൊച്ചിയിൽ എത്തിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസും സെനഗലും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം നടക്കും. 1998-ലും 2018-ലും കിരീടം ചൂടിയ ഫ്രാൻസ് കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പായിരുന്നു. 2002-ലെ കന്നി ലോകകപ്പിൽ ഫ്രാൻസിനെ അട്ടിമറിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ സെനഗലും നിസ്സാരക്കാരല്ല. ഖത്തറിൽ വിശ്വകിരീടം ചൂടിയ അർജന്റീനയുടെ മത്സരം പുലർച്ചെ 6:30 മുതലാണ്. ഗ്രൂപ്പ് ജെയിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയാണ് എതിരാളികൾ. അമേരിക്കയിലെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായി ലോകകപ്പ് നേടുന്ന രാജ്യമാകാനാണ് അർജന്റീന ഇത്തവണ ഇറങ്ങുന്നത്. ഈ വർഷം കൂടി കിരീടം നേടാനായാൽ ബ്രസീലിനും ഇറ്റലിക്കും പിന്നാലെ ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്തുന്ന 3ാമത്തെ രാജ്യമെന്ന റെക്കോർഡ് അർജന്റീനയ്ക്ക് സ്വന്തമാക്കാം. മെസ്സിയുടെ അവസാന ലോകകപ്പാണ് ഇത്തവണത്തേത് എന്നതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും കിരീടമെന്ന സ്വപ്നവുമായാണ് നീലപ്പടയുടെ വരവ്. മെസ്സി പൂർണ്ണ ഫിറ്റാണെന്ന് ടീം വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുമ്പോൾ ആരാധകർക്ക് അത് ആശ്വാസം. കോച്ച് ലയണൽ സ്കലോണി പറയും പോലെ അർജന്റീന ടീമിന്റെ ഹൃദയമിടിപ്പാണ് മെസ്സി. ആ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിൽ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. മെസ്സിയുടെ തകർപ്പൻ പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഒപ്പം എമിലിയാനോ മാർട്ടിനസിന്റെ പരിക്കും പ്രശ്നമല്ല എന്ന വാർത്ത കൂടി എത്തുമ്പോൾ അർജന്റീനയുടെ ആശങ്കകളെല്ലാം ഒഴിയുകയാണ്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ മാർട്ടിനസ് കളത്തിലിറങ്ങും എന്നാണ് പ്രതീക്ഷ. പരിക്കേറ്റ ലിയാനാഡോ ബെർലേഡിക്ക് പകരം ഡിഫൻഡർ മാർക്കോസ് സെനേസിയെ അർജന്റീന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വമ്പൻ ടീമുകളെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള കറുത്ത കുതിരകളായാണ് അൾജീരിയ ഈ ലോകകപ്പിനെത്തുന്നത്. അൾജീരിയ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ക്യാപ്റ്റൻ റിയാദ് മെഹ്റസിന്റെ അവസാന അന്താരാഷ്ട്ര ടൂർണമെന്റാണിത്. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിലും പരാജയമറിയാതെ മികച്ച ഫോമിലാണ് അൾജീരിയ. ഈ വിജയക്കുതിപ്പ് ലോകകപ്പിലും തുടരാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.